അടൂരിൽ റിട്ടയർഡ് ബാങ്ക് ഉദ്യോഗസ്ഥനെ SI ക്രൂരമായി മർദ്ദിച്ചെന്നാണ് പരാതി. ദളിത് സംഘടനാ നേതാവും മുൻ ബാങ്ക് ഉദ്യോഗസ്ഥനുമായിരുന്ന ബാബുവിനെ അന്നത്തെ SI ആയിരുന്ന അനൂപ് ചന്ദ്രൻ ശരീരത്തിൽ അതോടൊപ്പം കാലിലും ബൂട്ടിട്ട് ചവിട്ടിയെന്നാണ് പരാതി. അത് ഈ ഒരു പരാതിയുടെ സെറ്റിൽമെന്റിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ അവിടെ പോലീസ് സ്റ്റേഷനിൽ പോവുകയും സർക്കിൾ ഇൻസ്പെക്ടർ അത് പരിഹരിക്കുകയും അത് കാര്യങ്ങൾ മനസ്സിലാക്കി ആ കേസിന് ആസ്പദമായ യാതൊരു വസ്തുതകളും നിലനിൽക്കുന്നതായിട്ടല്ല, അതിന് വ്യാജമായിട്ടുള്ള ഒരു പരാതിയാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം അദ്ദേഹം അത് പരിഹരിച്ച് രണ്ടുപേർക്കും എഴുതി കേസില്ല, രണ്ടുപേർക്കും പരാതിയില്ല എന്ന് എഴുതി ഒപ്പിടാൻ പറഞ്ഞതിന് ശേഷം ഒപ്പിട്ടിട്ട് പോയിക്കോട്ടെ എന്ന് പറഞ്ഞതിന് ശേഷം അങ്ങനെ അതിന് വെയിറ്റ് ചെയ്യുമ്പോഴാണ് സബ് ഇൻസ്പെക്ടറായ അനൂപ് ചന്ദ്രൻ ഒരു പ്രതിയെ പോലെ അല്ലെങ്കിൽ ഒരു ക്രിമിനൽ എന്നുള്ള ഒരു രീതിയിൽ കാണുകയും ആ രീതിയിൽ പെരുമാറുകയും ഞാനൊരു റിട്ടയർഡ് ബാങ്ക് ഉദ്യോഗസ്ഥനാണെന്ന് പറയുകയും അപ്പോൾ ഒരു സമുദായത്തിന്റെ സെക്രട്ടറി ആണെന്നും താലൂക്കിന്റെ ഒരു ഖജാൻജിയാണെന്നൊക്കെ പറഞ്ഞപ്പോഴും അത് എന്റെ സമുദായത്തെയും എന്നെയും വ്യക്തിപരമായും ഈ ജോലി സംബന്ധമായ ബാങ്കിനെ അടക്കം അധിക്ഷേപിച്ചിട്ടാണ് എന്നെ പോലുള്ള ഒരാളെ ഇവിടെ ഭൂമിയിൽ പോലും വെച്ചേക്കാൻ പാടില്ല എന്നുള്ള തരത്തിൽ അദ്ദേഹം വന്ന് ഉപദ്രവിക്കുകയായിരുന്നു ചെയ്തത്. കാലിൽ വളരെ നികൃഷ്ടമായി അദ്ദേഹത്തിന്റെ കനത്ത ബൂട്ടിട്ട് എന്റെ കാലിന്റെ പാദത്തിന് മുകളിൽ ചവിട്ടുകയായിരുന്നു ചെയ്തത്. വലത്തെ കാലുകൊണ്ട് വളരെ ശക്തമായിട്ടുള്ള ചവിട്ടുകയാണ്. അങ്ങനെ മുറിവുണ്ടാകുകയും ഹോസ്പിറ്റലിൽ പോയി അത് മുറിവിന് മരുന്ന് ഡോക്ടറുടെ സർട്ടിഫിക്കറ്റുകളും മറ്റു കാര്യങ്ങളും എല്ലാം നമ്മൾ അതിനകത്ത് കാണിച്ചിട്ടുണ്ട്. ഈ അനൂപ് ചന്ദ്രൻ SIക്ക് എന്താണ് അവിടെ നമ്മൾ ആവശ്യപ്പെടുന്നത്? അദ്ദേഹത്തെ സർവീസിൽ നിന്ന് പുറത്താക്കണം. അദ്ദേഹം ഇനി ഇതുപോലെ സാധാരണ ഒരു ആളുകൾ വന്നാൽ എന്തായിരിക്കും ചെയ്യുക? അപ്പൊ തീർച്ചയായിട്ടും അദ്ദേഹം സർവീസിൽ തുടരാൻ അർഹനല്ല. അദ്ദേഹത്തെ സർവീസിൽ നിന്ന് നീക്കം ചെയ്യേണ്ട എന്നാണ് ശക്തമായിട്ട് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. സംഭവ ദിവസത്തെ CCTV ദൃശ്യങ്ങൾ ആവശ്യപ്പെട്ട് DYSPക്ക് പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ലെന്നും ആക്ഷേപമുണ്ട്. വിശദാംശങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്ന് ശശിനാരായണൻ ചേരുന്നു. ശശിനാരായണൻ, ഒരു റിട്ടയർഡ് ഉദ്യോഗസ്ഥൻ നേരെയാണ് പോലീസിന്റെ അതിക്രമം ഉണ്ടായത്. ഇത് കേസിന് ആസ്പദമായി, പരാതിക്ക് ആസ്പദമായ സംഭവം എന്നായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ മേലുദ്യോഗസ്ഥർക്ക് പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ലെന്നും പറയുന്നുണ്ടല്ലോ അദ്ദേഹം. ടോം, തീർച്ചയായിട്ടും കഴിഞ്ഞ മെയ് 27 ഈ റിട്ടയർഡ് ഉദ്യോഗസ്ഥനായ ബാബു, അദ്ദേഹം ഒരു ദളിത് വിഭാഗത്തിൽപ്പെട്ട ആളാണ്, ഒരു ദളിത് സംഘടനയുടെ നേതാവാണ്. അദ്ദേഹം അടൂർ പോലീസ് സ്റ്റേഷനിൽ എത്തുകയും CA കണ്ട് പരാതി കൊടുക്കുകയും ചെയ്തു. ആ സാമ്പത്തിക തർക്കം അവിടെ വെച്ച് തന്നെ CA പരിഹരിച്ചതിന് ശേഷം ഈ തർക്കം പരിഹരിച്ച എഴുതി നൽകാൻ പറഞ്ഞു. അത് എഴുതി നൽകുന്നതിനിടയിൽ CA പുറത്തേക്ക് പോയി. ആ സമയത്താണ് ഇപ്പോൾ ഈ ബാബു എന്ന് പറയുന്ന ആൾ പറയുന്ന SI സ്റ്റേഷനിലേക്ക് വരികയും അനൂപ് ചന്ദ്രനാണ് വന്നത്. അദ്ദേഹം വന്നതിന് ശേഷം ഇദ്ദേഹത്തിനോട് 2 ചോദ്യങ്ങൾ ചോദിക്കുകയും പിന്നീട് അകാരണമായി ഇദ്ദേഹത്തെ മർദ്ദിക്കുകയും ചെയ്യുകയാണ് ചെയ്തത്. അത് ജാതിപരമായി അദ്ദേഹത്തെ ആക്ഷേപിക്കുന്ന സമുദായത്തെയൊക്കെ ആക്ഷേപിച്ചുകൊണ്ടാണ് സ്റ്റേഷനിൽ വെച്ച് ക്രൂരമായ രീതിയിൽ അദ്ദേഹത്തെ മർദ്ദിക്കുന്നത്. തുടർന്ന് അദ്ദേഹം അടൂരിലെ ആശുപത്രിയിൽ ചികിത്സ തേടി. അങ്ങനെ ചികിത്സയുടെ സർട്ടിഫിക്കറ്റ് എല്ലാം ഹാജരാക്കി മുഖ്യമന്ത്രിക്കും ജില്ലാ പോലീസ് മേധാവിക്കെല്ലാം അന്ന് തന്നെ പരാതി നൽകി. പക്ഷെ ഒരു നടപടിയും ഇതുമായി ബന്ധപ്പെട്ടുണ്ടായില്ല. നേരത്തെ ഉണ്ടായ ചില സാഹചര്യങ്ങൾ, അദ്ദേഹത്തിന്റെ കാര്യങ്ങളെല്ലാം പരിശോധിച്ച് SI കാര്യങ്ങളൊക്കെ പരിശോധിച്ചിട്ട് നടപടി എടുക്കുന്ന പറഞ്ഞെങ്കിലും പക്ഷേ പിന്നീട് ഒരു നടപടി ഉണ്ടായില്ല. ഏതായാലും അദ്ദേഹത്തെ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് ഈ കാര്യമല്ല, സഫായി തലമാറ്റം മാത്രമാണ് SI അനൂപ് ചന്ദ്രൻ ഉണ്ടായത്. പക്ഷെ തനിക്കെതിരെ ഉണ്ടായ ഈ നടപടിക്കെതിരെ ശക്തമായ നടപടി ഈ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനായ അനൂപ് ചന്ദ്രനെതിരെ ഉണ്ടാകണമെന്നാണ് ബാബു ആവശ്യപ്പെടുന്നത്. അത് സമുദായത്തെയും വ്യക്തിപരമായി തന്നെ ദളിത് വിഭാഗത്തിൽപ്പെട്ട ആളായിട്ട് ജാതീയപരമായി ആക്ഷേപിച്ചു. പക്ഷേ ഇദ്ദേഹത്തെ മർദ്ദിക്കുന്നുണ്ട്. ആ ഭാര്യയും കൂടിയാണ് സ്റ്റേഷനിലെത്തിയത്. ആ ഭാര്യ ഈ മഹിളാ സംഘടനയുടെ നേതാവ് കൂടിയാണ്. അവരെയും ആ സ്റ്റേഷനിൽ വെച്ച് SI വളരെ മോശമായി പറയുകയും അവരെ ആക്ഷേപിക്കുകയും ചെയ്തു. ഇത്തരം കാര്യങ്ങളിലൊന്നും പോലീസ് നടപടി സ്വീകരിച്ചില്ല എന്നുള്ളൊരു പരാതി കൂടി അദ്ദേഹം സൂചിപ്പിച്ച് ജില്ലാ പോലീസ് മേധാവിക്കും ഒപ്പം മുഖ്യമന്ത്രിക്കും ഒക്കെ പരാതി നൽകി. പക്ഷേ ഇതുവരെ യാതൊരു നടപടി ഉണ്ടായിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഈ പരാതി വീണ്ടും വന്നിരിക്കുന്നത് നമുക്കറിയാം, കേരളത്തിലുടനീളം ഇത്തരത്തിൽ ലോകപ്രവർത്തനങ്ങൾ നടന്നിരിക്കുന്നു, അതിന്റെ പുറത്തു വന്നിരിക്കുന്നു എന്നുള്ള കാര്യം കൂടി അറിയാം. ആ സാഹചര്യത്തിലാണ് ബാബു വീണ്ടും ഈ പരാതി ഉന്നയിക്കുന്നത്. തനിക്ക് തന്നെ മർദ്ദിച്ച സ്റ്റേഷനിലെ ദൃശ്യങ്ങൾ ഹാജരാക്കണമെന്ന് കൂടി ആവശ്യപ്പെട്ടുകൊണ്ട് SPക്ക് പരാതി നൽകി. അതും ഇതുവരെ അദ്ദേഹത്തിന് ലഭിച്ചിട്ടില്ല. എന്തായാലും നീതി തനിക്ക് ഉറപ്പാക്കണം എന്നുള്ള കാര്യമാണ്. സാധാരണപ്പെട്ട ഒരു പൗരൻ സ്റ്റേഷനിലെത്തുമ്പോൾ, പോലീസ് സ്റ്റേഷനിലെത്തുമ്പോൾ ജനമൈത്രി പോലീസ് എന്ന് പറയുന്ന പോലീസുകാർ ഇത്തരം പരാതികൾ കണ്ടിട്ട് അത് പരിഹരിച്ച് വിടുന്നതിന് പകരം അവരെ ഒരു പ്രതിയാക്കി അല്ലെങ്കിൽ ക്രൂരമായ രീതിയിലേക്ക് അവരെ കാണുന്ന ഒരു കാഴ്ചപ്പാടും അവരെ പ്രതിയുടെ കൂട്ട് അവരെ മർദ്ദിക്കുന്ന സാഹചര്യം കൂടി കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകൾ നിൽക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഈ
അദ്ദേഹത്തിന്റെ വാക്കുകൾ നിന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പ്രായമായ മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ കാലിൽ ബൂട്ടിട്ട് ചവിട്ടി പരിക്കേൽക്കുകയും ചെയ്തു, മർദ്ദിക്കുകയും ചെയ്തു. വളരെ മോശമായ രീതിയിൽ അയാളെ അതിജീവിക്കുന്ന ഒരു സാഹചര്യം കൂടി ബാബുവിനുണ്ടായി. അതിന് നീതി വേണം എന്നാണ് ബാബു ആവശ്യപ്പെടുന്നത്. പക്ഷെ പോലീസ് ഇക്കാര്യങ്ങളൊക്കെ വീണ്ടും അദ്ദേഹത്തെ SIക്ക് അവരെ നടപടികളുണ്ട്, എടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിനെ സ്ഥലം മാറ്റിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ കേസ് ഒത്തുതീർപ്പാക്കണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പലതവണ ഉന്നത പോലീസുകാർ ബാബുവിനെ ബന്ധപ്പെട്ടു എന്നുള്ള കാര്യം കൂടി ബാബു നമ്മളുമായി പങ്കുവച്ചിട്ടുണ്ട്. പക്ഷേ ഇതുവരെയും ഇക്കാര്യത്തിൽ ഒരു നടപടി ഉണ്ടായിട്ടില്ല. വളരെ ദയനീയമായ ഒരു സാഹചര്യമാണ് എന്നുള്ള കാര്യമാണ് ബാബു പറയുന്നത്. കാരണം അതായത് ഈ കേസ് ഒതുക്കി തീർക്കാൻ ഉള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ടോ? കാരണം നമുക്കറിയാം, ഈ പല കേസുകൾ പരിശോധിച്ചു കഴിഞ്ഞാലും പോലീസ് ഉന്നതർ തന്നെ പിന്നീട് ഈ പരാതി പിൻവലിപ്പിക്കാൻ വലിയ സമ്മർദ്ദം ചെലുത്തും ഈ പരാതിക്കാർക്ക് മേൽ. ഇവിടെ അങ്ങനെ ഈ ബാബുവിൻ്റെ മേൽ സമ്മർദ്ദമുണ്ടോ, ഭീഷണിയുണ്ടോ? പക്ഷേ ഈ ബാബുവിൻ്റെ നിലപാട് എന്താണ്? ഈ ഉദ്യോഗസ്ഥനെതിരെ, ഈ അനൂപ് ചന്ദ്രനെതിരെ ശക്തമായ നടപടി, സർവീസിൽ നിന്നും പുറത്താക്കുന്നവരെയും നിയമ പോരാട്ടം നടത്താൻ തന്നെയല്ലേ തീരുമാനം? തീർച്ചയായും അതിനാണ് ബാബു ആവശ്യപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ സ്വഭാവം വെച്ച് അദ്ദേഹത്തിന്റെ ഇത്തരത്തിലുള്ള ഈ മോശമായ പെരുമാറ്റം കൊണ്ട് തന്നെ അദ്ദേഹത്തെ സർവീസ് തുടങ്ങാൻ അത് ഏതറ്റം വരെ പോകാനും ബാബു തയ്യാറാണ്. അദ്ദേഹം അതിനനുസരിച്ചുള്ള പരാതിയുമായി മുന്നോട്ട് പോകുന്നതാണ് അറിയിച്ചിട്ടുള്ളത്. അത്തരത്തിൽ മുന്നോട്ട് പോകാനാണ് തീരുമാനമെടുത്തത്. പക്ഷേ നമുക്കറിയാം, ഈ പോലീസ് സ്റ്റേഷനിൽ നടക്കുന്ന മോശമായ ഇത്തരമുള്ള കാര്യങ്ങളും ദൃശ്യങ്ങളും മർദ്ദിക്കുന്ന ദൃശ്യങ്ങളൊക്കെ ഈ അടുത്ത സമയത്ത് പുറത്തു വന്നതോടുകൂടിയാണ് ഈ പല കാര്യങ്ങളും പുറത്തു വരുന്നത്. പോലീസ് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് മോശമായ ചില ആളുകൾ, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വിശദമായി സംസാരിച്ചപ്പോൾ പോലീസ് സേനയിൽ ചില ആളുകൾ മാത്രമാണ് ഇത്തരത്തിൽ ചില കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നതെന്നാണ് പോലീസിന്റെ ജില്ലാ പോലീസ് മേധാവിയടക്കം പറഞ്ഞത്. പക്ഷേ നിലവിലത്തെ സാഹചര്യത്തിൽ പല സ്റ്റേഷനുകളിലും ഈ സാധാരണപ്പെട്ട ആളുകൾക്ക് ദുരവസ്ഥ ഉണ്ടാകുന്നു എന്നുള്ള കാര്യമാണ്. പലപ്പോഴും ഇത്തരം ഇവർ ഉന്നയിക്കുന്ന പരാതികൾ തള്ളിപ്പോകാൻ കാരണം ദൃശ്യങ്ങളോ തെളിവുകളോ ഈ പരാതിക്കാരുടെ കയ്യിൽ ഇല്ലാതാകുന്നതാണ് പല കേസുകളും ഈ കോടതിയിൽ നിന്നും തള്ളിപ്പോകാനുള്ള കാരണം. പക്ഷേ അടുത്ത സമയത്ത് യൂത്ത് കോൺഗ്രസ് നേതാവിനെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നുകൂടിയാണ് കൂടുതൽ ദൃശ്യങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് നിരവധി പരാതികൾ ഇപ്പോൾ പോലീസിലേക്ക് വരുന്നു. ആ ദൃശ്യങ്ങൾ കൂടി പരിശോധിച്ച് വേണം നടപടി ഉണ്ടാകുന്നത്. കാരണം ഇത്തരം ക്രിമിനൽ സ്വഭാവമുള്ള ഉദ്യോഗസ്ഥർ സർവീസ് തുടരാൻ പാടില്ല എന്നൊരാവശ്യം മുന്നോട്ട് വെക്കുന്നു. എന്തായാലും ബാബുവിനെ സംബന്ധിച്ച് ഒരു ദളിത് വിഭാഗത്തിൽപ്പെട്ട ആളാണ്. അദ്ദേഹം ഒരു സമുദായത്തിന്റെ നേതാവാണ്, ഒപ്പം റിട്ടയർഡ് ബാങ്ക് ഉദ്യോഗസ്ഥനാണ്. ഈ കാര്യങ്ങളെല്ലാം ഈ SIയോട് നേരിട്ട് പറഞ്ഞിട്ടും ആ സമുദായത്തെയും അദ്ദേഹത്തെയും ആക്ഷേപിക്കുകയും വളരെ മോശമായ രീതിയിൽ അദ്ദേഹത്തിനെ മർദ്ദിക്കുകയും ചെയ്തൊരു സാഹചര്യമാണ് അനുഭവിച്ചിരുന്നത്. അനുഭവിച്ചതിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുന്നവരെ മുന്നോട്ട് കേസുമായി ഏതറ്റം വരെ പോകുമെന്നാണ് ബാബു വ്യക്തമാക്കുന്നത്. അത്ര നീതി തനിക്ക് ലഭിക്കണം. കാരണം സാധാരണ ഇന്ത്യയിലെ പൗരനാണ്, തനിക്ക് നീതിയും നിയമവും എല്ലാം തനിക്ക് ന്യായമായ രീതിയിൽ ലഭിക്കേണ്ട അവകാശമുണ്ട്. പക്ഷേ പോലീസുകാർ ഇത് അട്ടിമറിക്കുന്ന തരത്തിലേക്ക് പോകുന്നു. ഈ സംഭവം വിവാദമായതിനു ശേഷം നിരവധി തവണ ജില്ലയിലെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ബാബുവിന്റെ കേസ് ഒത്തുതീർപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വന്നിട്ടുണ്ട്. നിലവിൽ ആരോപണ വിധേയനായ ഉദ്യോഗസ്ഥരെ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. അത് ഈ കേസിലുള്ള സ്വാഭാവിക നടപടി മാത്രമാണ്. പക്ഷെ അത് ട്രാൻസ്ഫർ ആക്കിയത് വ്യക്തമാണ്. പത്തനംതിട്ടയിൽ നിന്ന് ശശി നാരായണനാണ് വിവരങ്ങൾ നൽകിയത്. ഇനി